ഹലോ എവരിബഡി, ഞാൻ ടീസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചെത്തിനാട്. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ചിക്കൻ ചെത്തിനാണ്ടിയിട്ട് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.2 kg ചിക്കൻ, അതായത് 1200 ഗ്രാം. ഇത് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൽ നിന്ന് 1 ടീസ്പൂൺ ഞാൻ മാരിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1.5 ടീസ്പൂൺ ഉപ്പ്. 1.5 ടീസ്പൂണിലെ 1 ടീസ്പൂൺ ഞാൻ മാരിനേഷൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നതായിരിക്കും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിച്ചു, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ഞാനൊരു വലിയ പാത്രം തന്നെ മാരിനേഷന് വേണ്ടിയിട്ട് എടുത്തു, കാരണം നമുക്കിത് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ വെയിറ്റ് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കുറയ്ക്കുക. ചിക്കൻ കുറച്ചുള്ളെങ്കിൽ നിങ്ങൾ ഇൻഗ്രീഡിയൻസും കുറയ്ക്കുക. ഇത് നമുക്ക് ഒരു മിനിമം ½ ആൻ അവർ മാരിനേഷന് വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ചെത്തിനാട് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത്. നല്ലെണ്ണയ്ക്ക് പകരം ഏത് വെജിറ്റബിൾ ഓയിൽ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഒരു മുറി തേങ്ങ, അതായത് തൂക്കി നോക്കിയപ്പോൾ 150 ഗ്രാം ഉണ്ട്. ഇതൊരു 4 ബേ ലീവ്സ്. ഇത് 40 ഗ്രാം മല്ലി, അതായത് 5 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. ഇതൊരു 10 ഉണക്കമുളക്. ഇത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത് 1.5 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ചെറിയ ഏലക്ക. നോർത്തിലുള്ളവർ വലിയ ഏലക്കായും ഇതിലിടാറുണ്ട്, പക്ഷേ വലിയ ഏലക്കായുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കറിയിലും തന്നെ അത് ഉപയോഗിക്കാറില്ല. ഇത് 2 സ്റ്റാർ ഫ്ലവർ, 10 ഗ്രാമ്പൂ. എൻ്റെ കയ്യിൽ പട്ട ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പട്ടയുടെ പൊടി എടുത്തിരിക്കുന്നു. ഇത് 12 വെളുത്തുള്ളിയുടെ ചെറിയ അല്ലി. ഇതൊരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതൊരു ചെറിയ നെല്ലിക്കായുടെ അളവിൽ പുളി. ഇത് സ്റ്റോൺ ഫ്ലവർ ഇട്ടാൽ ഇതിനൊരു പെക്യുലിയർ ടേസ്റ്റ് കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ ചെത്തിനാടിന്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. മലയാളത്തിൽ ഇതിന് കല്ല് പുഷ്പം എന്ന് പറയും. ഈ സ്റ്റോൺ ഫ്ലവറിൽ നിന്നും ഞാനൊരു സ്വല്പം എടുക്കുന്നു, ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല, ഇത്രേ. ഇനി നമുക്ക് ഈ മസാലയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗ്യാസ് ഓൺ ചെയ്തു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ ഒഴിക്കുന്നു. എണ്ണ ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി. ഈ മല്ലി ഞാൻ ഇതിലേക്ക് ഇടുന്ന ആദ്യം. 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ കുരുമുളക് ഇട്ടു, ജീരകം ഇടുന്നു, പെരിഞ്ജീരകം ഇട്ടു, ഏലക്ക ഇട്ടു, ഗ്രാമ്പൂ, സ്റ്റാർ ഫ്ലവർ ഇട്ടു. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. ഒരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് റെഡ് ചില്ലി ഇടണം. ചെറുതായിട്ട് ഫ്രൈ ആയതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ റെഡ് ചില്ലി ഇടുന്നു. സ്പൈസി റെഡ് ചില്ലിയാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ബേ ലീഫ് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, സ്റ്റോൺ ഫ്ലവർ ഇട്ടു, ഈ പുളി ഇട്ടു, പട്ടയുടെ പൗഡർ ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇതെല്ലാം നല്ലപോലെ ഫ്രൈ ആയി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇനി നമുക്ക് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങയും ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വറക്കണം.
ഈ ചെത്തിനാട് മസാല ഉണ്ടാക്കാൻ സമയമെടുക്കുന്നത് കൊണ്ട് ഈ മസാല ഉണ്ടാക്കി ഞാൻ ഫ്രീസറിൽ വെച്ച് 1 മാസം വരെ ഉപയോഗിച്ചിട്ടുണ്ട്. താഴെ വെക്കരുത്, തേങ്ങ ഇട്ടിരിക്കുന്നതുകൊണ്ട് കേടാവും. പക്ഷേ ഫ്രീസറിൽ വെച്ചാൽ അത് കേടാകാതെ ഇരുന്നോളും. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ചിക്കൻ ചെത്തിനാട് ഉണ്ടാക്കാനായിട്ട് അപ്പം എളുപ്പമുണ്ട്. ഇതായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഈ മസാലയുടെ കൂടെയോട്ട് ഇതുകൂടെ ഞാനിടുന്നു. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് നോക്കിയിരിക്കാം. തണുത്ത് കഴിയുമ്പം ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കണം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവോള. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എനിക്കിവിടെ ചെറിയ ഉള്ളി കിട്ടിയല്ലാത്തതുകൊണ്ട് ഞാൻ സവോള എടുത്തിരിക്കുന്നു. ഇത് ഞാൻ മസാല അരച്ച് വെച്ചിരിക്കുന്നു. ഇത് മാരിനേഷൻ്റെ ബാക്കി മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, അതും മാരിനേഷൻ്റെ ബാക്കിയുള്ള ഉപ്പുപൊടി, കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പില, 2 ടേബിൾ സ്പൂൺ എണ്ണ. ഗ്യാസ് ഓൺ ചെയ്തു. ഇളക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി എല്ലായിടത്തും നമുക്കൊന്ന് എത്തിക്കാം. ഈ സവള ഇതിലേക്ക് ഞാൻ ഇടുന്നു. കുറച്ച് കരിവേപ്പില ഇടുന്നു. ബാക്കിയിരുന്ന ഉപ്പ് ഇടുന്നു. ഇനി ഇത് ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഇളക്കണം. നമ്മുടെ ഒനിയൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബാക്കിയിരുന്ന മഞ്ഞൾപ്പൊടി ഇടുന്നു. അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ശരിക്കും മിക്സ് ചെയ്യുക. ചിക്കൻ്റെ പിങ്ക് കളറ് വൈറ്റ് ആകുന്നിടം വരെ നമ്മളിത് മിക്സ് ചെയ്യണം. 4 മിനിറ്റായി. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മസാല ഇടുന്നു. മിക്സി ജാറ് കഴുകിയ വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഇത് പോരാ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കണം. ഒരു 400 to 500 ml വെള്ളം കൂടെ ഞാൻ പിന്നെ ഒഴിക്കുന്നു. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നു. തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് 20 to 25 മിനിറ്റ്സ് നമുക്കിത് വേവിക്കണം. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇനിയും വന്ന് നോക്കാം. 20 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. കാലയിലെ ഇറച്ചിയൊക്കെ വിട്ട് തുടങ്ങി. പക്ഷേ പീസസ് വലുതായിട്ടിട്ടുകൊണ്ട് വെന്തോന്നൊന്ന് നോക്കാം. മറ്റ് പീസുകൾ ആയിട്ടില്ല. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 25 മിനിറ്റ്സായി. നമുക്കൊന്ന് നോക്കാം. പെർഫെക്റ്റ്. ഇത് ഉപ്പും എരിവും ഒന്ന് നോക്കിക്കട്ടെ. ഉപ്പ് കറക്റ്റാണ്. നല്ലപോലെ എരിവുണ്ട്. അപ്പം നിങ്ങൾ എരിവ് കുറച്ച് കൂട്ടുന്നവരാണെങ്കിൽ മുളകും അതായത് കുരുമുളകും ഡ്രൈ ചില്ലിയും സ്വല്പം കൂടെ കുറച്ചിടാം. പക്ഷേ എരിവുള്ളതാണ് ഈ പ്രിപ്പറേഷന് ടേസ്റ്റി ആയിട്ടിരിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം മല്ലിയില ഇടാം. ഇത് ഓപ്ഷനിലാണ്. സാധാരണ ആരും മല്ലിയില ഇതിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ചെത്തിനാട് ഈസ് റെഡി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.
ടിൽ ദെൻ ബൈ ബൈ.